ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണേ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ബീഫ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ബീഫ് ഞാൻ നന്നായിട്ട് കഴുകി നല്ല മുഴുത്തതായിട്ട് ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് മീറ്റാണ്. രാവിലെ പോയി ചേട്ടായി മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു. അപ്പം ബീഫ് ബിരിയാണി ഇന്നുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ GMOളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ ടൂറ് പോയ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പേര് ഫേബ എന്നാണ്. അപ്പം ഫേബയ്ക്കാണെങ്കിൽ GMOളെ കാണാതിരിക്കാനേ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് ദിവസം അവധി കിട്ടിയാൽ ഇങ്ങനെ ഇടയ്ക്ക് വരാറൊക്കെ ഉണ്ട്. അപ്പം ഇന്നും വന്നിട്ടുണ്ട് ഫേബയുടെ അമ്മയും പിന്നെ അവർക്കൊരു കുഞ്ഞാവയുണ്ട്. കുഞ്ഞാവയും കൂടെയാണ് വന്നത്. അപ്പോൾ അവർക്കൂടെ വേണ്ടിയാണ് സ്പെഷ്യലായിട്ട് ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, എരിവിന് വേണ്ട പച്ചമുളക്, പിന്നെ മല്ലിയില, പുതിനയില ഒന്ന് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. മല്ലിയില ഒരല്പം കൂടിയാലും കുഴപ്പമില്ല, പുതിനയില കുറച്ച് മാത്രം മതി. അപ്പം അതിൽ നിന്ന് ഒരു 1.5 സ്പൂൺ മാത്രം എടുത്ത് ഞാൻ നമ്മുടെ ബീഫിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ 1 സ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് കൈവച്ച് ഇതിൽ മസാലകളൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം കുറേ നേരം. എന്നാലേ നമ്മുടെ മസാലയിലോട്ട് ഇതെല്ലാം നന്നായിട്ട് പിടിക്കത്തുള്ളൂ. എന്നിട്ട് കുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബീഫ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റായിരിക്കും. പെട്ടെന്ന് തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബീഫ് ബിരിയാണി വെക്കുമ്പം കുറച്ച് നെയ്യുള്ളൊരു ഇറച്ചിയാണ് ഞാൻ മേടിച്ചേക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതേപോലെ കുറച്ച് എല്ലുണ്ടെങ്കിലും കുഴപ്പമില്ല. അതേപോലെ ബീഫിൻ്റെ ഇടയിൽ കൂടെ ഒരു വെള്ള നെയ്യ് ഇരിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഇറച്ചിയാണ് കുറച്ചും കൂടെ ബീഫ് ബിരിയാണിക്ക് നല്ലത്. അപ്പം ഞാൻ ഒരു സ്പൂൺ കുരുമുളകും അതേപോലെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഞാൻ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ആദ്യത്തെ ചാനലിൽ ഞാൻ ഗരം മസാലയുടെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ എല്ലാം കൂടെ ഒന്ന് ഉപ്പും കൂടെ ഇട്ടിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് മാറ്റി വെക്കണം. എന്നാലേ നമ്മുടെ മീറ്റ് നല്ല സോഫ്റ്റായിട്ടൊക്കെ വരത്തുള്ളൂ. അപ്പം മീറ്റ് ഞാൻ കഴുകിയപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടാണ് കഴുകിയത്. അപ്പോൾ ആ ഒരു സ്മെല്ലാവട്ടെ, അതേപോലെ മീറ്റ് നല്ല സോഫ്റ്റും ആകും അങ്ങനെ കഴുകുവാണെങ്കിൽ. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു പകുതി നാരങ്ങാനീരോടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നമ്മുടെ കാഷ്യൂ, മുന്തിരി എല്ലാം കൂടെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ ഞാൻ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണം ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ട് വേണം അതിലോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയൊക്കെ ആക്കിയെടുക്കാൻ. പിന്നെ ഈ ബീഫ് ബിരിയാണിയുടെ വീഡിയോ അത്രയ്ക്ക് ഇപ്പോൾ ഉള്ളിയും കപ്പലണ്ടി, മുന്തിരി എല്ലാം വറുത്ത് പോരുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തത്. ഇതിന് മുമ്പ് ഞാൻ ബീഫ് ബിരിയാണിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ പഴയ ഫസ്റ്റ് ചാനലിൽ കിടപ്പുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെയാണ്. ബീഫ് ബിരിയാണി മാത്രമല്ല, ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, അങ്ങനെ ഒരുപാട് ബിരിയാണിയുടെ വീഡിയോസ് അതിൽ കിടപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് കുട്ടികളെല്ലാം ഓടിച്ചാടി നടക്കുകയും കളിക്കുകയും ഒക്കെ ആയിരുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് അത്ര ഡീറ്റെയിൽഡായിട്ട് ഉള്ള റെസിപ്പി ഇല്ല. പിന്നീട് ഒരിക്കലും ഞാനതിടാം. ഇനി സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ബിരിയാണിയുടെ ഇടയ്ക്ക് എനിക്ക് കറിവേപ്പില കാണുമ്പം എന്തോ ഒരു വല്ലാത്ത സന്തോഷമാണ്. അതുകൊണ്ട് കറിവേപ്പില കുറച്ച് ഇടുന്നുണ്ട്. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇന്നെന്ന് പറയുമ്പം ക്രിസ്മസ് ആയതുകൊണ്ട് അവർ വന്നപ്പോൾ ഒരു കേക്കൊക്കെ കൊണ്ടുപോകണം വന്നത്. കേക്കും പിള്ളേർക്ക് ബിങ്കോ അങ്ങനത്തെ കുറച്ച് സാധനമൊക്കെ കൊണ്ടാണ് വന്നത്. പിന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ പിള്ളേർ ഭയങ്കര കളിയാണ് കേട്ടോ. ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവർ ഭയങ്കര ഡാൻസും പാട്ടൊക്കെയാണ്. അതേപോലെ കുഞ്ഞിന് ഇന്ന് വയ്യാത്തൊരു ദിവസമാണ്. റിയമോക്ക് അവൾക്ക് നല്ല കഫക്കെട്ട്, ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം കുഞ്ഞിനെയും കൊണ്ടൊന്ന് ആശുപത്രിയിലും പോകുന്നുണ്ട്. അതോടെ ഞാനതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും, വെളുത്തുള്ളിയും, സവോളയും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ പുതിനയിലയും മല്ലിയിലയും നമുക്ക് വേണമെങ്കിൽ
മസാലയുടെ കൂടെ മുറിച്ചിടാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ അതിട്ടൊന്ന് അരച്ചെടുത്തത്. ഇനി നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ മിക്സിയിൽ നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. കാരണം പിള്ളേർക്ക് കൂടുതലും കുഞ്ഞു മക്കളായതുകൊണ്ട് അവർക്കും കൂടെ കഴിക്കാൻ തക്ക വിധം നിങ്ങളുടെ അളവിനുള്ളത് നിങ്ങൾ കുറച്ച് കൂട്ടിയിടുക. ഒരു 7-8 പച്ചമുളകൊക്കെ എടുത്താലും കുഴപ്പമില്ല. ഈ ഒരളവിലാണെങ്കിൽ ഞാൻ 1 കിലോയ്ക്കാണ് വെക്കുന്നത്. ഇനി ഞാനിതിൽ മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കൈ വെച്ചാണ് മസാലകൾ ഇടുന്നത്, ആരും ഒന്നും ഓർക്കരുത്. എനിക്ക് അങ്ങനെ ഇട്ടാലേ ഒരു തൃപ്തി വരത്തുള്ളൂ. ആദ്യം തന്നെ ഞാൻ 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ തന്നെ പൊടിച്ച് വെച്ച ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബീഫ് ഞാൻ കുക്കറിൽ ഒന്ന് വേവിക്കുന്നുണ്ടായിരുന്നു. ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബീഫ് ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പറയിൽ വെന്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല ആയിക്കഴിഞ്ഞാൽ ആ ബീഫ് എടുത്ത് നമുക്ക് ഇങ്ങോട്ട് ഇടാം. ഇനി ഞാൻ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ, അല്ലാതെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഒന്നും ഇടുന്നില്ല. ബിരിയാണി നമുക്ക് പല രീതിയിൽ വെക്കാൻ, വേണമെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇടാം. പക്ഷേ ഇത് ഞാൻ അങ്ങനെ മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. കുറച്ച് മീറ്റ് മസാലയും മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുന്നവരുണ്ട്, അത് വേറൊരു ടേസ്റ്റാണ്. ഇത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ തനി നാടൻ സ്റ്റൈലെന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഞാൻ ആ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തു. ഇനി ഇതിലോട്ട് നമുക്ക് അത്യാവശ്യം പുളിയുള്ള തൈര് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 സ്പൂൺ മതിയാവും, ഒരുപാടൊന്നും വേണ്ട. അപ്പം ഞാൻ എത്ര ഒഴിച്ച് കൊടുത്തതെന്ന് കണ്ടല്ലോ. അപ്പം പെട്ടെന്ന് കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊന്നും ഒരു ഇച്ചിരി കൂടെ നീറ്റായിട്ട് കാണിക്കാത്തത്. ആ കവറിൽ തന്നെ ഞാൻ അങ്ങ് ഒഴിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തൈര് മസാലയിലൂടെ നന്നായിട്ട് പിടിക്കണം. ഈ സമയത്തൊരു മണം വരും, അടിപൊളി മണമാണ്. ആ ഒരു സ്മെല്ല് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ബിരിയാണി അടുത്തുള്ളവർ ഓർക്കും ഇവരുടെ വീട്ടിൽ നിന്ന് ബിരിയാണി ആണെന്ന് ഓർക്കും. അത്രയ്ക്കൊന്നൊരു മണമാണ് ഈ ഒരു സമയത്ത് വരുന്നത്. അപ്പോൾ ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീഫ് എടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും തൈര് ഒഴിച്ച് കഴിഞ്ഞ് ഇളകിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, കാരണം നെയ്യും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ചാറൊക്കെ ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് എടുത്ത് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഉപ്പിട്ടാണ് ഞാൻ ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ മസാലയിലെ ഉപ്പ് നോക്കിയിട്ട് നമുക്കൊരല്പം ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ബീഫൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് നല്ല തീയിൽ തന്നെ വെച്ച് ഒന്ന് ആ ഒരു ചാറൊക്കെ കുറുക്കിയെടുക്കാം. ബീഫിലോട്ട് അന്നേരം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഈ സമയം ഉപ്പ് നോക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഞാൻ റൈസിന് വേണ്ട അരിയെടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളത്തിലിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ജീരകശാല അരിയാണ് ഞാൻ റൈസിന് വേണ്ടി എടുത്തത്. ബസ്മതി അരിയാണെങ്കിലും കുഴപ്പമില്ല, ഏതരിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം കുറച്ചും കൂടെ ടേസ്റ്റ് ജീരകശാല അരിക്കാണ്. പക്ഷേ നമ്മുടെ അരി തിളച്ച ഉടനെ വേകുന്ന അരി ആയതുകൊണ്ട് വെന്ത് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത്രയും മാത്രമേ കുഴപ്പമുള്ളൂ. ബസ്മതി അരിയേക്കാളും വേവ് കുറവാണ് ജീരകശാല അരിക്ക്. അപ്പോൾ ഞാൻ റൈസ് തയ്യാറാക്കാനായിട്ട് കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ നെയ്യിൽ മസാലകൾ വഴറ്റിയിട്ട് അതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് അരിയും ഇട്ടെടുക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് കഴുകി വെച്ചിരിക്കുന്ന അരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് മസാലകളായിട്ട് നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് ഒക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഗ്രാമ്പൂ, തക്കോലം, ഏലക്ക, കുരുമുളക്, പെരുംജീരകം, അങ്ങനെ കറുവാപ്പട്ട, പിന്നെ ജാതിപത്രി ഉണ്ടെങ്കിൽ അത്, പിന്നെ നമ്മുടെ കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഇലയുണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു പകുതി നാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ നമ്മുടെ റൈസിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണം. അതേപോലെ ഈ ഉപ്പ് പിന്നീട് ചോറ് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാന്ന് ഓർത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ ആ വെള്ളം ഒന്ന് തൊട്ട് നോക്കുമ്പം ഇച്ചിരി നല്ല ഉപ്പ് ഫ്രണ്ടിൽ നിൽക്കണം. അപ്പം ഞാൻ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിലോട്ട് റൈസും കാഷ്യൂവും വറുത്ത് വെച്ചിരിക്കുന്ന സവോള എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ദം ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് ദം ബിരിയാണി റെഡിയായിട്ടുണ്ട്. അപ്പം ദം ബിരിയാണി നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ദം ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽ എടുക്കാഞ്ഞത്. നമ്മൾ ആ വറ്റിച്ച് വെച്ചിരിക്കുന്ന ബീഫിലോട്ട് ഈ വെന്തിരിക്കുന്ന ചോറ് ഞാൻ ഊറ്റിയാണ് എടുത്തത്, വറ്റിച്ചെടുക്കുമല്ല ചോറ്. അപ്പം ആ ചോറ് അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞാനും കഴിക്കുവാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ബീഫൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ബീഫ് ബിരിയാണി നിങ്ങൾ എന്തൊക്കെയാണ് ക്രിസ്മസിന് തയ്യാറാക്കിയെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ജിയമോളുടെ കൂട്ടുകാരിനെ കാണിച്ചു തരാം. 10 ദിവസം അവധി കിട്ടിയപ്പോഴത്തേനും ജിയമോൾ ഒരു ദിവസം സ്കൂളിൽ വന്നില്ല, അവൾ മുട്ടം കരച്ചിലായിരിക്കും. ഇതാണ് ജിയമോളുടെ കൂട്ടുകാരി, ആ ഓറഞ്ച് ഉടുപ്പിട്ടത്. അപ്പോൾ ഫേബ എന്നാണ് കൂട്ടുകാരിയുടെ പേര്. അപ്പോൾ ഇവർ കണ്ടില്ലേ, ഇതേപോലെ മുട്ടൻ ഡാൻസ് കളിയൊക്കെയാണ്, കണ്ടോ. വന്നു കഴിയുമ്പോൾ ഭയങ്കര ഡാൻസ് കളിയും ബഹളമൊക്കെയാണ്. അതൊന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഇതേപോലെ നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിലേ തൊട്ടേ നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ എന്ന് പറയുമ്പം അത് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പിന്നെ ഞാൻ റിയമോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. റിയമോൾക്ക് ചുമയും കഫക്കെട്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ തിരിച്ച് വന്നപ്പോൾ റിയമോൾ ഈ സാധനം കണ്ട്. പക്ഷെ അത് കരിക്കാന്നാണ് അവൾ വിചാരിച്ചത്. വേണം എന്ന് പറഞ്ഞ് വഴക്കിട്ടപ്പം മേടിച്ച് കൊടുത്തതാണ് നൊങ്കെന്നാണല്ലോ അതിൻ്റെ പേര്. അപ്പം ഇത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ റെയറായിട്ടാണ് കാണാറ്, അതുകൊണ്ട് മേടിച്ചതാണ്. പിന്നെ മക്കൾക്കും വാങ്ങിച്ചു. ഇത് 6 പീസിന് 100 രൂപയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബീഫ് ബിരിയാണിയൊക്കെ ആയിരുന്നു. രാവിലെ എന്ന് പറയുമ്പോൾ അപ്പവും ബീഫൊക്കെ ആയിരുന്നു. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക്